തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപിയിൽ മേയർ തർക്കം രൂക്ഷമാകുന്നു. നമസ്കാരം. ഈ ദിവസത്തെ പ്രധാന വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപിയിൽ മേയർ തർക്കം രൂക്ഷമാകുന്നു. സംസ്ഥാന സെക്രട്ടറി വി രാജേഷ്, മുൻ ഡിജിപി ആർ ശ്രീലേഖ എന്നിവരുടെ പേരാണ് പരിഗണനയിലുള്ളത്. വി രാജേഷിനായി കെ സുരേന്ദ്രൻ പക്ഷം പിടിമുറുക്കുമ്പോൾ ശ്രീലേഖയെ മേയറാക്കണമെന്ന നിലപാടിലാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ. ഔദ്യോഗിക പക്ഷവുമായി ഇടഞ്ഞു നിൽക്കുന്ന രാജേഷിനെ മേയറാക്കിയാൽ തിരിച്ചടിയാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പക്ഷം ഭയക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിയിൽ പ്രതികരണവുമായി അതിജീവത. വിചാരണ കോടതിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് അതിജീവതയുടെ പ്രതികരണം. ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം, എന്നാൽ തനിക്കിതിൽ അത്ഭുതമില്ലെന്നും 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടിരുന്നുവെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ നടി പറയുന്നു. ഈ രാജ്യത്ത് നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയല്ലെന്ന വേദനയോടെ തിരിച്ചറിയുന്നുവെന്നും തന്റെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും കുറിപ്പിൽ പറയുന്നു. VC നിയമനത്തിൽ സുപ്രീം കോടതിക്കെതിരെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. VCയെ നിയമിക്കാൻ അധികാരം ചാൻസലർക്കാണ്. UGC ചട്ടവും കണ്ണൂർ VC കേസിലെ കോടതി വിധിയും ഇക്കാര്യം വ്യക്തമാക്കുന്നു. എന്നാൽ ഇപ്പോൾ കോടതി ഇത് പരിഗണിക്കുന്നില്ല. സെർച്ച് കമ്മിറ്റിയെ വെച്ച കോടതി VCയെ തീരുമാനിക്കുന്നത് ശരിയല്ല. യഥോ ധർമ്മസ്തോ ജയ ഇതാവണം. കോടതി അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ബേക്കൽ ഡിവിഷനിലെയും പുത്തികെ ഡിവിഷനിലെയും റീകൗണ്ടിംഗ് പൂർത്തിയായപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും LDFിനൊപ്പം. ബേക്കലിലെ LDF സ്ഥാനാർത്ഥി TV രാധിക 267 വോട്ടിന് വിജയിച്ചു. UDFിലെ ഷാഹിദ റാഷിദിനെയാണ് പരാജയപ്പെടുത്തിയത്. പുതുതായി രൂപം കൊണ്ട ബേക്കൽ ഡിവിഷനിൽ ശനിയാഴ്ച നടന്ന വോട്ടെണ്ണലിൽ രാധികയാണ് വിജയിച്ചത്. എന്നാൽ എണ്ണിയതിൽ പിശകുണ്ടെന്ന് കാണിച്ച് ഷാഹിദ പരാതി നൽകിയിരുന്നു. കൊട്ടാരക്കരയിലെ UDFിന്റെ പരാജയത്തിന് കാരണം കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പാരയാണെന്ന വിമർശനവുമായി KSU നേതാവ്. ദേശീയ നേതാവ് പാര വെച്ചതാണ് കൊട്ടാരക്കരയിലെ തിരിച്ചടിക്ക് കാരണമെന്ന് KSU കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ പറഞ്ഞു. സംസ്ഥാനത്താകെ വീശിയടിച്ച UDF തരംഗം കൊട്ടാരക്കരയിൽ ഇല്ലാതെ പോയതിന് കാരണം ഇതാണെന്നും സുൽഫിക്കർ ഫേസ്ബുക്കിൽ കുറിച്ചു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ പരിഹസിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും നരേന്ദ്രമോദിയുടെ കമ്മീഷൻ അല്ലെന്ന് ഓർമ്മ വേണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സത്യവും കള്ളവും തമ്മിലാണ് രാജ്യത്ത് പോരാട്ടം നടക്കുന്നത്. സത്യത്തിനു പിന്നിൽ അണിനിരുന്ന മോദി സർക്കാരിനെ പുറത്താക്കുമെന്നും രാഹുൽ പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെ വോട്ടർമാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച മുൻ മന്ത്രിയും CPM നേതാവുമായ MM മണി. MA ബേബി പറഞ്ഞ നിലപാടാണ് പാർട്ടിയുടെ നിലപാട്. അതുതന്നെയാണ് തന്റെയും നിലപാട്. ഇന്നലെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണെന്നും MM മണി പറഞ്ഞു. US-ലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന വെടിവെപ്പിൽ 2 പേർ മരിച്ചു. സംഭവത്തിൽ പരിക്കേറ്റ 8 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡ് ഐലൻഡിലെ ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ബോണ്ടി ബീച്ചിൽ 2 പേർ ചേർന്ന് നടത്തിയ വെടിവെപ്പിൽ 12 പേർ കൊല്ലപ്പെട്ടു. 29 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:17 സംഭവം. ജൂതാഘോഷമായ ഹനൂക്ക ആരംഭിച്ച ആദ്യ ദിവസമാണ് വെടിവെപ്പ് നടന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന CMP നേതാവ് VR സിനി കുഴഞ്ഞു വീണ് മരിച്ചു. ഇടവക്കോട് വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു. ശ്രീകാര്യം ഇളക്കുളത്തുള്ള കുടുംബ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. കോർപ്പറേഷൻ മുൻ കൗൺസിലറാണ്. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.